വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആവും ഞങ്ങളെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമാറോ. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റായിരുന്നു. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ചാപ്റ്റർ, അതായത് 9ാമത്തെ ചാപ്റ്ററാണ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമാറോ. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിലും ഇതിനകത്തിൽ മൊത്തം നോട്ട് കൊണ്ടുപോകും നിങ്ങൾ കേട്ടോ. ലെറ്റേഴ്സസ് വരെയുള്ള എല്ലാ നോട്ടുകളും ഇതിനകത്തിലുണ്ട്. എടുത്തവർ ബാക്കി എഴുതിയിടുക കേട്ടോ. ഇല്ലാത്തവർ ഇതൊന്നു മുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം കേട്ടോ, എല്ലാം ഒന്നും വലിച്ചു വാരി ഞാൻ എഴുതിയിട്ടില്ല. പ്രധാനപ്പെട്ടത് നോക്കി കേട്ടോ. കമൻറ്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ടോ നിങ്ങൾ. ഈ നോട്ടുകളൊക്കെ ഒന്ന് കുറച്ച് തരണമെന്നും, നിങ്ങൾക്ക് പഠിക്കാൻ ഒക്കുന്നത് നിങ്ങൾ പഠിക്കുക കേട്ടോ. നോട്ടുകൾ ഞാൻ തരുന്നെന്ന് വിചാരിച്ച് നമുക്ക് എത്ര ഓരോ കുട്ടികളും എല്ലാവരും ഇപ്പം 100-ൽ 100 മേടിക്കണം എന്ന് വെച്ചാൽ ഒക്കുന്ന കാര്യമാണോ നിങ്ങളെ? ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി അല്ലേ. അപ്പം നമുക്ക് എത്ര വരെ പഠിക്കാൻ പറ്റും അത്രയും പഠിക്കുക കേട്ടോ. നോട്ട് കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമുക്ക് എത്രയും പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ നോട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഡ്യൂ ടു ദ പ്രോഗ്രസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി? അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ദ മെയിൻ ചേഞ്ചസ് ആർ ഏതൊക്കെയാണ്? ടെലഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണായി, ഗ്രൈൻഡിങ് സ്റ്റോണിൽ നിന്ന് മിക്സർ ഗ്രൈൻഡറായി, ഡെസ്ക് ടോപ്പിൽ നിന്നും ലാപ്ടോപ്പായി, ടാബ്, പെട്രോൾ വെഹിക്കിൾ, ഇപ്പോൾ ഇലക്ട്രോണിക് ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് അല്ലേ. യൂസസ് ഓഫ് ഡ്രഗ്സ് കോസസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ബാഡ് ഹെൽത്ത്. ബെറ്റർ മെഡിക്കൽ സോഷ്യൽ പ്രോബ്ലംസ് ആറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? ടെലിഫോൺ ആയിരുന്ന കാലം, വള്ളിയിൽ ഉള്ള ടെലിഫോൺ ആയിരുന്നു ആദ്യമൊക്കെ അല്ലേ. വീണ്ടും അതെന്തോ ആയി മാറി, സ്മാർട്ട് ഫോണായിട്ട് മാറി. അരകല്ല് ഉപയോഗിച്ചിരുന്നിടത്ത് ഇപ്പോൾ മിക്സിയായി അല്ലേ. ഡെസ്ക് ടോപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഇന്ന് ലാപ്ടോപ്പും ടാബും ഒക്കെ ആയിട്ട് മാറി. പെട്രോൾ വാഹനങ്ങൾ മാറി, ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രോണിക് വാഹനങ്ങളും ഒക്കെ ആയി. മോശമായിരുന്ന ആരോഗ്യനിലയൊക്കെ ഇപ്പോൾ എല്ലാം ഉയർന്ന ആധുനിക സാങ്കേതിക വൈദ്യശാസ്ത്രം വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും മരുന്നും അല്ലേ, ഹോസ്പിറ്റലും ഒക്കെ ആയിട്ടെല്ലാം ഇപ്പം വേറെ ലെവലായി അല്ലേ. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്? ടു അച്ചീവ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നേരിടാൻ. ടു ഗ്രോത്ത് ആൻഡ് റിപ്പയർ ബോഡി, വളർച്ചയ്ക്കും ശരീര നിർമ്മിതിക്കും. ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്, നമുക്ക് ഊർജം ലഭിക്കാൻ. പിന്നെ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബോഡി, ഓരോ ശരീരഭാഗങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഒരു 3-4 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അഫക്റ്റ് അവർ ഫുഡ് ഹാബിറ്റ്സ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ആഹാരശീലങ്ങളെ എപ്രകാരമാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ടെസ്റ്റിലെ ചോദ്യം കേട്ടോ ഇതൊക്കെ. അതായത് ഓൾ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ്ഡ് ഡ്യൂ ടു ദ പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡ് ഹാബിറ്റ് ചേഞ്ച്ഡ്. ദീസ് ചേഞ്ചസ് ആർ നോട്ട് ഗുഡ് ഫോർ എ ഹെൽത്തി ലൈഫ്. മെനു ഷുഡ് ബി ബാലൻസ്ഡ് ടു എൻഷുർ ദറ്റ് ഇൻടേക്ക് ഓഫ് ഓൾ ന്യൂട്രിയൻസ് ബൈ ഇൻക്ലൂഡിങ് ഡൈവേഴ്സ് ഫുഡ് ഐറ്റംസ്. ഇംഗ്ലീഷ് മീഡിയക്കാരുടെയാണേ, അതിൻ്റെ മലയാളം നോക്കുഞ്ഞില്ലേ. നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ആഹാരശീലത്തിലും മാറ്റം വരുത്തി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ആഹാരം ക്രമീകരിക്കണം എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കണേ, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യവും നിങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് വൈൽ എൻജോയിങ് TV ഷോസ്? നമ്മൾ ഈ TV പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഈറ്റിംഗ് കെയർലെസ്ലി അല്ലേ, അശ്രദ്ധയോടെ നമ്മളപ്പോൾ കഴിക്കുന്നു. ഈറ്റിംഗ് പാക്ക്ഡ് ഫുഡ് ടൂ മച്ച്, പാക്കറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് അന്നേരം ഇരുന്ന് കഴിക്കുന്നു. ഈറ്റിംഗ് ടൂ മച്ച് ഫുഡ് വിത്ത് ഹൈ കലോറിക് വാല്യൂ, അങ്ങനെ ധാരാളം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉയർന്ന കലോറിക് മൂല്യമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി നമ്മൾ കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഈറ്റിംഗ് ടൂ മച്ച് ജങ്ക് ഫുഡ്, ധാരാളം ജങ്ക് ഭക്ഷണം നമ്മൾ കഴിക്കാൻ ഇടയാകുന്നു അല്ലേ. നമ്മളിങ്ങനെ കപ്പലണ്ടി ആയാലും അല്ലേ, മിച്ചർ, പക്കാവട, അങ്ങനെയൊക്കെ ഐറ്റംസ് നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറിക്കാനാണെന്ന് പറഞ്ഞ് എടുത്തിരുന്ന് ഇങ്ങനെ അല്ലേ, ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കാണുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളെ ഉണ്ടാകത്തുള്ളൂ.
ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സുകൾ? അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? റീയൂസ് ഓഫ് കുക്കിംഗ് ഓയിൽ, ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കൽ. എക്സസ് യൂസ് ഓഫ് ബേക്കറി ഫുഡ് ഐറ്റംസ്, ബേക്കറി സാധനങ്ങളുടെ അമിത ഉപയോഗം. എക്സസ് യൂസ് ഓഫ് ഷുഗർ, സാൾട്ട്, ഓയിൽ, ഗീ ആൻഡ് ഫാറ്റ്, പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം. ഹൈ കൺസംഷൻ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, വറുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം കേട്ടോ. പിന്നെയോ ഈറ്റിംഗ് നോട്ട് ഈറ്റിംഗ് ഓൺ ടൈം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ആഹാരത്തിന് കഴിക്കാതിരിക്കാൻ അല്ലേ, നമ്മൾ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കൽ. അപ്പോൾ ഈ 5 പോയിന്റും വൃത്തിയായിട്ട് പഠിക്കണം കേട്ടല്ലോ. 5 പോയിന്റും ചോദ്യം മനസ്സിലാക്കണം നിങ്ങൾ. എന്താണ് അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഏതൊക്കെയാണ്? അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഏതൊക്കെയാണ്? ചോദ്യം വായിച്ചല്ലോ. റീയൂസ് ഓഫ് കുക്കിംഗ് ഓയിൽ, എക്സസ് യൂസ് ഓഫ് ബേക്കറി ഫുഡ് ഐറ്റംസ്, എക്സസ് യൂസ് ഓഫ് ഷുഗർ, സാൾട്ട്, ഓയിൽ, ഗീ, ഫാറ്റ്, ഹൈ കൺസംഷൻ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, നോട്ട് ഈറ്റിംഗ് ഓൺ ടൈം കേട്ടോ. അടുത്ത, വാട്ട് ആർ ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് ഫുഡ് ഐറ്റംസ് യു ലവ് ടു ഈറ്റ് റെഗുലർലി? നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ മാത്രം സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നത് ശീലമാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നോക്കൂ നിങ്ങൾ, ഗെറ്റ് സം ന്യൂട്രിയൻസ് ഇൻ എക്സസ്, ചില പോഷകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നു. ഇത് ഞാൻ സ്പീഡിൽ പോയപ്പോൾ ഒന്നാമത്തെ പാർട്ടി ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞ് പഠിച്ചതാണ് കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നമാകുന്നുണ്ടോ നിങ്ങൾ, അതാണ് ഞാൻ ഈ കേട്ടോ തൊണ്ടയ്ക്ക് എന്താ അതിൻ്റെ ആ ലെയറായിട്ട് ഇളകുന്നത് നമ്മൾ കൂടുതൽ സംസാരിച്ചേ. ഗെറ്റ് സം ന്യൂട്രിയൻസ് ഇൻ എക്സസ്, ചില പോഷകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നു. ധാരാളം ഭക്ഷണം കഴിക്കാൻ ഇടയാകുന്നു. ആവശ്യത്തിന് വിറ്റാമിനുകൾ ലഭിക്കാതെ വരാൻ ഇടയാകുന്നു അല്ലേ. ഡു നോട്ട് ഗെറ്റ് റിക്വയർഡ് ക്വാണ്ടിറ്റി അല്ലേ വിറ്റാമിൻസുകളൊക്കെ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ പറയുന്ന ഇച്ചിരി സ്പീഡാണെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. അത് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ അല്ലേ. ഡസ് ഈറ്റിംഗ് മോർ ഫുഡ് ലീഡ് ടു ബെറ്റർ ഹെൽത്ത്? കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടാവുമോ? ചുമ്മാ ഇതിനകത്ത് കഴിച്ചിരുന്നാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും? ഇല്ല, നോ അല്ലേ. വൺ ഓഫ് ദ മെത്തേഡ് ടു ചെക്ക് ഗ്രോത്ത് ഈസ്, വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗം ഉയര തൂക്ക പരിശോധന അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ്, BMI-യുടെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. BMI-യുടെ ഫുൾ ഫോം എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ. അപ്പോൾ ഇത് കണക്കാക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, വെയിറ്റ് ബൈ എച്ച് സ്ക്വയർ. വെയിറ്റ് ബൈ എച്ച് സ്ക്വയർ. എച്ച് മീൻസ് ഹൈറ്റ്, ഉയരത്തിൻ്റെ സ്ക്വയർ കേട്ടോ. ഭാരം ബൈ ഉയരം സ്ക്വയർ. അതിൻ്റെ ഒരു ചോദ്യം തന്നായിരുന്നു നിങ്ങളെ. അപ്പം ഞാനത് പറഞ്ഞതാണ്. 25 കിലോ ഉള്ള ഒരു കുട്ടിയുടെ വെയിറ്റും തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ബൈ ഹൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വെയിറ്റ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ. ഇവിടെ എങ്ങനെയാ 17.4 എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ 25 ബൈ 1.44 എന്നല്ലേ കുഞ്ഞുങ്ങളെ. നമ്മുടെ ചോദ്യം എന്താ? 25. ഈ ചോദ്യം എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ്. 25 ബൈ 1.44 എന്നാണ്. അതായത് വെയിറ്റ് ബൈ ഹൈ സ്ക്വയർ ആണ് അല്ലേ. വെയിറ്റ് എന്ന് പറയുന്നത് 25 എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 1. എത്രയൊക്കെയായിരുന്നു നിങ്ങൾ? 1.2 അല്ലേ. 1.20 ഇൻറ്റു 1.20 1.44 അത് കിട്ടി അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പത്തിന് എന്താ ചെയ്യുന്നറിയോ? ഈ 25 അല്ലേ, 25-നെ നമ്മൾ അതുപോലെ എഴുതുക. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 ബൈ ഡിവൈഡ് 144. ഈ പോയിന്റ് എടുത്ത് മാറ്റിയത് കൊണ്ട് നമ്മൾ ഈ 2 ഇങ്ങോട്ട് കൊടുത്തു കേട്ടോ. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതെന്താ? 1.44 എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമായിട്ട് 2 ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ഒരു 144 ബാലൻസ് 1060. 1060-നകത്തിൽ 144 എത്ര? 7 10 1008 കേട്ടോ. വീണ്ടും 520 സംതിങ് വരും. അപ്പം 520.52 വരും. ഒരു 0 ഇട്ട് കൊടുത്തപ്പം 520 ആയപ്പം 3 17.432 വരും. അപ്പോൾ ബാലൻസ് ഇങ്ങനെ നമ്മൾ കുറയ്ക്കാൻ അറിയാമല്ലോ. അപ്പം 17.3 സംതിങ് അങ്ങോട്ട് വരും. അപ്പോൾ അത് റൗണ്ട് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് 17.4 കൊടുക്കുന്നത് കേട്ടോ. മനസ്സിലായോ? എന്തുവന്നോ മനസ്സിലായോ?
അതായത് ഈ 25/1.44 എന്നുള്ളതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 25 ഇട്ടിട്ട് പോയിൻ്റ് ഇട്ടിട്ട് 2 പൂജ്യം അല്ലേ, അപ്പോൾ ആ 2 പൂജ്യം നടുപിടി ഇട്ട് കൊടുത്തിട്ട് ഡിവൈഡ് 144 ചെയ്യുമ്പോൾ കിട്ടുമെന്ന് കേട്ടോ. അതല്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെയ്യാൻ ഇത്രയും 3 അക്ക സംഖ്യയൊന്നും അറിയാൻ വയ്യാത്തതാണെങ്കിൽ 25/1.44 എന്നങ്ങ് എഴുതിയാൽ മതി, തെറ്റിക്കണ്ട കേട്ടോ. ചെയ്ത് തെറ്റിക്കുന്നതിൽ ഭേദം എന്താ, നിങ്ങൾ ഇങ്ങനെ എഴുതി അടിവരയിട്ട് കൊടുത്താൽ മതി. ഡിവൈഡ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. സെക്കൻഡ് ചൈൽഡും അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ വെയിറ്റ് ബൈ ഹൈറ്റ് ആണ്. വെയിറ്റ് എത്രയാണ്, 45/1.25. ഹൈറ്റിൻ്റെ സ്ക്വയറാണ് 1.25 × 1.25 1.5625 ആണ്. ഇതും ചെയ്യാൻ അറിയാമെങ്കിൽ ചെയ്താൽ മതി, അല്ലേ ഇവിടെ കൊണ്ടിട്ട് നിർത്തിയാൽ മതി കേട്ടോ. ഇവിടെ ഓക്കെ 45 കഴിഞ്ഞ് ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്, 4 സംഖ്യ ഉണ്ട്. അപ്പോൾ 4 പൂജ്യം ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യണം. അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ അങ്ങ് കാണിച്ചാൽ മതി കേട്ടോ. 10ാമത്തെ. അടുത്തത് 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. പേജ് നമ്പർ 155 നിങ്ങളുടെ നിഗമനം എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞതാണ്. 17.4 നമുക്ക് അണ്ടർ വെയിറ്റ് കിട്ടിയത്. ഓവർ വെയിറ്റ് 28.8 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെ അല്ലേ, ഒന്നാമത്തെ കുട്ടിക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, രണ്ടാമത്തെ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് ഒരുപാട് പറഞ്ഞതായതുകൊണ്ട് ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കാം കേട്ടോ. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. എന്ത് ഡൗട്ടോ അതിനകത്തിൽ അറിയാൻ പറ്റും. നമുക്ക് പുതിയതായിട്ടുള്ളത് പഠിക്കാം. അല്ലെ ഇനിയും പുതിയ കമൻറ്റ് വരും, എന്താ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയത് പഠിപ്പിക്കുക അല്ലേ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഒബിസിറ്റി. പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവർണ്ണം എന്നാൽ എന്താണ്? ഒബിസിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി വെയിറ്റ് ഈസ് എക്സസ് ദാൻ ദ നോർമൽ. ദീസ് മേ ലെഡ് ടു ഇൽനെസ്. അണ്ടർ വെയിറ്റ് ആൾസോ ഇൻഡിക്കേറ്റ് അൺഹെൽത്തി കണ്ടീഷൻസ്. ശരീരഭാരം സാധാരണയായി കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ഇത് രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഭാരക്കുറവും രോഗാവസ്ഥയെയാണ് കാണിക്കുന്നത്. ഇനി ഭാരം കൂടുതലുണ്ടെങ്കിലും അത് രോഗമാണ്, ഭാരക്കുറവുണ്ടെങ്കിലും അത് രോഗത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ സൊല്യൂഷൻസ് ഫോർ അണ്ടർ വെയിറ്റ്. ഭാരക്കുറവുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഭാരക്കുറവുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യാൻ പറ്റുന്നത്? കൺസൾട്ട് എ ഗുഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലേ, ഒരു നല്ല ആരോഗ്യ പരിപാലന വിദഗ്ധനുമായിട്ട് കൂടിയാലോചിക്കുക. ടേക്ക് മോർ ന്യൂട്രീഷ്യസ് ഫുഡ്. കൂടുതൽ പോഷകാഹാരങ്ങൾ കഴിക്കുക. ടേക്ക് സ്യൂട്ടബിൾ ഫിസിക്കൽ എക്സസൈസ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് എ ട്രെയിനർ. ശരീര വ്യായാമം ചെയ്യുക കേട്ടോ. എക്സസൈസ് ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക അല്ലേ, പിന്നെ എന്താ നല്ല ഡോക്ടറെ കാണുക. ഇതൊക്കെ എന്താണ്, ഭാരക്കുറവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതാണ്. ഇനി ഭാരം കൂടുതലാണെങ്കിലോ, ഭാരം കൂടുതലാണെങ്കിൽ ഇത് തന്നെ അല്ലേ, എന്താ ടേക്ക് ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക. ടേക്ക് എക്സസൈസ് റെഗുലർലി. അനുയോജ്യമായ ശാരീരിക വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതും എന്താണ്, ഭാരം കൂടുതൽ ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണണമെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം നിങ്ങളെ നോക്കിക്കേ. ഇഫ് ദ വെയിറ്റ് ഈസ് നോർമൽ വാട്ട് ഷുഡ് ബി ഡൺ. ഇനി നമ്മുടെ ശരിയായ ഭാരമാണെങ്കിൽ അത് നിലനിർത്താൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലാണെങ്കിലും ഡോക്ടറെ കാണാം, കുറവാണെങ്കിലും ഡോക്ടറെ കാണാം അല്ലേ. അപ്പം നമുക്ക് ശരിയായ രീതിയിൽ പോകുന്നുണ്ടെങ്കിലോ, ടു മെയിൻറ്റെയിൻ നോർമൽ വെയിറ്റ് ആണെങ്കിൽ കണ്ടിന്യൂ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഡു റെഗുലർ എക്സർസൈസ്, ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സാധാരണ ഭാരം നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? സമീകൃത ആഹാരം കഴിക്കുന്നത് തുടരുക. ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലേ. പാലും ബാലൻസ്ഡ് ഡയറ്റ് മിൽക്കും ഒക്കെ കഴിക്കുന്നത് അത് അതുപോലെ തന്നെ അങ്ങ് തുടരുക. പതിവായിട്ട് വ്യായാമം ചെയ്യുക, ശരിയായിട്ട് ഉറങ്ങുക, ആരോഗ്യകരമായ ജീവിതശൈലി നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ അത്രയും? ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണേ ഉത്തരം എഴുതാൻ. അടുത്തത് എന്താണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്? അത് നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ്, പേജ് നമ്പർ 156 പറഞ്ഞതാണ്. വാട്ട് ആർ 2 ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് ഹെൽത്ത്? നല്ല ആരോഗ്യത്തിന് വേണ്ട 2 ഘടകങ്ങളാണ് ന്യൂട്രീഷൻസ്, ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസ്. പോഷകാഹാര ഭക്ഷണവും ശരിയായ വ്യായാമവും. 17 ഓക്കെയാണ്. ഓക്കെ. അടുത്ത 18ാമത്തെ ചോദ്യം. ഇതിൽ ഏതാണ് അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് അല്ലേ, നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ നമ്മുടെ ടെസ്റ്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ 2 പിക്ചർ അതിൽ തന്നിട്ടുണ്ടോ നിങ്ങളെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടല്ലോ അതിനകത്ത് നോക്കണേ. ആ 2 പടത്തിൽ ഇതിൽ നിങ്ങളുടെ ശീലം എന്താണെന്ന്. എന്താ ഇവിടെ നോക്കിയേ, രാത്രി അധികം വൈകാതെ കിടന്നുറങ്ങുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. അതാണ് നമ്മുടെ ജോലി അല്ലേ. ഗോസ് ടു ബെഡ് ഇയർലി. നമ്മൾ ഒരു 9:30-10 മണിയാകുമ്പോൾ കയറി കിടന്ന് ഉറങ്ങുന്നു അല്ലേ. ഹാസ് സൗണ്ട് സ്ലീപ്പ് അല്ലേ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇനി അത് ചോദ്യം ടെസ്റ്റിലെയാണ് കേട്ടോ.
അടുത്ത വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഈ മൊബൈൽ ഫോൺ അല്ലേ, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആൻസൈറ്റി അല്ലേ, ഉത്കണ്ഠ, ബോഡി വെയ്റ്റ് ഗെയിന്, ശരീരഭാരം കൂടും, വിഷൻ പ്രോബ്ലംസ്, കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവും, ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്, ഉറക്കക്കുറവ്, സ്ക്രീൻ അഡിഷൻ അല്ലേ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ആൻഡ് ഫാറ്റീഗ്, നമുക്ക് വിശപ്പില്ലായ്മ, ക്ഷീണം, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഫോണിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ് കേട്ടോ, ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആൻസൈറ്റി, ഉത്കണ്ഠ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്ത എന്തോ ഇങ്ങനെ ഒരു തപ്പക്കം ഉണ്ടല്ലോ കേട്ടോ, ഇല്ലയോ. അതുപോലെ തന്നെ 24 മണിക്കൂർ ഇതിൽ കുത്തിക്കൊണ്ടിരുന്ന എന്താ, ഇപ്പം എല്ലാവർക്കും വെയിറ്റ് കൂടുന്നുണ്ട് അല്ലേ, എല്ലാവരും ഫോണിലാണ് അല്ലേ. പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല, അമ്മമാരും ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. ഈ പിള്ളേരെ നമ്മളെല്ലാം കുറ്റം പറയുമല്ലോ, അതൊരു സത്യമായ കാര്യം തന്നെയാണ്. പിള്ളേരെല്ലാം ഫോൺ എടുക്കുന്നു കുറ്റം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 4 ഇരട്ടി അമ്മമാരും എടുക്കുന്നുണ്ട്, അതാരും പറയുന്നില്ല ഇല്ലേ. ഇനി അവർക്കെതിരെ നമുക്ക് ഇല്ലയോ കംപ്ലൈൻറ്റ് കൊടുക്കണം ഇല്ലയോ. അത് ഈ നമ്മൾ ഈ ഹോംവർക്ക് ആയാലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട്, എന്നാൽ ഈ അമ്മമാർ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന് വല്ലതും കഴിച്ച് എന്നാൽ രാത്രി ഇരുത്തി 1-2 മണിക്കൂർ കുട്ടികളെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ അവർക്ക് നേരമില്ല. അന്നേരമായിരിക്കും അവർക്ക് അടുക്കളയിൽ ജോലി മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഈ പകൽ സമയങ്ങളിലൊക്കെ അവരുടെ ജോലി എന്തോ, ഈ ജോലിക്ക് പോകാത്തവരുടെ കാര്യമാണ്. അഥവാ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ തന്നെ രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണമെന്നാണ് എൻ്റെ ഒരു ഞാൻ പറയുന്നത് കേട്ടോ. അതേ ഉള്ളൂ ഞാൻ പറയുന്നത്. നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിലും 1 മണിക്കൂർ കുട്ടികളുടെ മുന്നിൽ വന്നിരുന്നിട്ട് അവരുടെ പുസ്തകം ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് നോക്കിയിട്ട് അവരുടെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് കാണുമ്പോഴേ അറിയാം ആ കുട്ടിയുടെ ഇല്ലേ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് ഉണ്ടോ, അല്ലെ അകത്തെ പേപ്പറുകളൊക്കെ ഉണ്ടോ, അതോ ബോട്ട് പണിഞ്ഞു പോയോ. ഇതൊക്കെ നമ്മൾ രക്ഷകർത്താക്കളാണ് നോക്കേണ്ടത്. എല്ലാം ടീച്ചർമാർ നോക്കും, അവരെന്തോ വേണം അല്ലേ. വീട്ടിൽ അമ്മയാണ്, അച്ഛന് പിന്നെ ജോലിക്ക് വന്ന അമ്മമാരാണ് കുട്ടികളുടെ ബുക്കും പുസ്തകമൊക്കെ നോക്കേണ്ടത് കേട്ടോ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എ സൗണ്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്? രാത്രിയിൽ നന്നായി ഉറങ്ങുന്നത് കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ്? ദ ബോഡി ഗെറ്റ്സ് പ്രോപ്പർ റെസ്റ്റ്, സെൽസ് റിപ്പയർ ദെയർ ഡാമേജ്, മസിൽസ് ഗെറ്റ് റെസ്റ്റിംഗ് ടൈം, ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ആൻഡ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്ലോ ഡൗൺ. അതായത് ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. പിന്നെയോ ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നു, പേശികൾക്ക് നിശ്ചലാവസ്ഥ ലഭിക്കുന്നു, ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ദഹന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ മന്ദഗതിയിലാകുന്നു. കണ്ടോ, എല്ലാത്തിൻ്റെയും മലയാളം ഉണ്ടേ, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കണ്ടോ. ഓക്കെ ആണല്ലോ. 20 അടുത്ത 21ാമത്തെ ചോദ്യം. സ്ലീപ്പിംഗ് ഡ്യൂറിങ് ഡേ ടൈം ഈസ് നോട്ട് എ കോമ്പൻസേഷൻസ് ഫോർ ദ ലോസ് ഓഫ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. വൈ? രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം. കാരണം എന്താണ്? ഇപ്പോൾ ഒരു ദിവസം രാത്രി നമ്മൾ ഉറങ്ങിയില്ലെന്ന് വെച്ച കുഞ്ഞുങ്ങളെ, അപ്പം നമ്മൾ പറയാം പകൽ കിടന്ന് അതങ്ങ് തീർക്കാമെന്ന്. പക്ഷേ അതൊരിക്കലും അങ്ങനെ ഉറങ്ങി തീർക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? മെനി കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ അവർ ബോഡി ടേക്ക് പ്ലേസ് ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ദെയർഫോർ സ്ലീപ്പിംഗ് ഡ്യൂറിങ് ഡേ ടൈം ക്യാൻ നെവർ കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് രാത്രിയിലെ ഉറക്ക നഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കമെന്ന് പറയുന്നത്. എക്സർസൈസ് ആൻഡ് ഡാഷ് അറ്റ് നൈറ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഫുഡ് ഫോർ ഗുഡ് ഹെൽത്ത്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് സ്ലീപ്പ് കേട്ടോ, ഉറക്കം. വാട്ട് ഈസ് ഡയബറ്റീസ്? എന്താണ് പ്രമേഹം എന്നാൽ എന്താണ്? ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ 100 മില്ലി ഓഫ് ഫുഡ് ഈസ് 70 to 100 milligram. ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ റൈസസ് ഹൈലി. അതായത് 100 മില്ലി രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 to 100 മില്ലിഗ്രാം ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗത്തിനെയാണ് നമ്മൾ പ്രമേഹമെന്ന് പറയുന്നത്. ജയിച്ച് സ്പീഡിൽ പോകും, നമുക്ക് മൊത്തം ആൻസറും പറയണ്ടായോ, അതുകൊണ്ട് കേട്ടോ നിങ്ങളതങ്ങ് പോസ് ചെയ്ത് എഴുതിയെടുക്കണേ നിങ്ങൾ. 24 വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്? എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്? ഹൈ അപ്പറ്റൈറ്റ്, അമിത വിശപ്പ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻസ്, അമിതമായിട്ട് മൂത്രമൊഴിക്കൽ, ഡിലേ ഇൻ ഹീലിംഗ് ഓഫ് വൗണ്ട്, മുറിവ് ഉണങ്ങാൻ താമസം, എക്സ്ട്രീം തേഴ്സ്റ്റ്, അതിയായ ദാഹമുണ്ടാകുക, ഫാറ്റീഗ്, തളർച്ച കേട്ടോ. ഇത് ഇത്ര
നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. വാട്ട് ആർ ദ കോസസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ്? അനിയന്ത്രിതമായ പ്രമേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അൺകൺട്രോൾഡ് ഡയബറ്റീസ് മേ ലീഡ് ടു സെവർ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് സ്ട്രോക്ക്, കിഡ്നി ഡിസീസ്, പൂർ വിഷൻ, ഇതെല്ലാം അതിൽ വരുന്നതാണ് കേട്ടോ. അതായത് മസ്തിഷ്ക ആഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിവ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നാണ്. എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? രക്തസമ്മർദ്ദം എന്നാൽ എന്താണ്? ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ഓൺ ദ വാൾ ഓൺ ദ ബ്ലഡ് വെസൽസ് ആസ് എ ബ്ലഡ് ഫ്ലോ ത്രൂ ദം. രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ ഈ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ രക്തക്കുഴലിലൂടെ ഒഴുകുമല്ലോ, ഇങ്ങനെ ഒഴുകിപ്പോകുമ്പം ഈ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന ഒരു മർമ്മമുണ്ട് കേട്ടോ. ഈ മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ആ പേരൊരു വെറൈറ്റി പേരാണ്, നിങ്ങളൊന്ന് പഠിച്ചോണേ കേട്ടോ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫീഗ്മോമാനോമീറ്റർ കേട്ടോ. കേട്ടോ, താഴെ മലയാളം എടുത്തിട്ടുണ്ടോ? സ്ഫീഗ്മോമാനോമീറ്റർ കേട്ടോ, മാനോമീറ്റർ. സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചോണേ. 28ാമത്തെ ചോദ്യം, നോർമൽ ബ്ലഡ് പ്രഷർ ഈസ് എ ഡാഷ്. ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 അല്ലേ? സാധാരണ രക്തസമ്മർദ്ദ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ അല്ലേ 120/80. വാട്ട് ആർ ദ കോസസ് ഫോർ വേരിയേഷൻ ഇൻ നോർമൽ ബ്ലഡ് പ്രഷർ ലെവൽ? ഏതെല്ലാം സമയത്താണ് രക്തസമ്മർദ്ദ നിരക്ക് വ്യത്യാസപ്പെടുന്നത്? സ്മോക്കിംഗ്, ഒബിസിറ്റി, പൊട്ടാസ്യം ഡെഫിഷ്യൻസി, എക്സസീവ് സാൾട്ട് ഇൻടേക്ക് എഗെയിൻ ക്യാൻ കോസസ് വേരിയേഷൻസ് ഇൻ നോർമൽ ബ്ലഡ് പ്രഷർ. അതായത് പുകവലി, പൊണ്ണത്തടി, പിന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൻ്റെ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാകുന്നു. ചോദ്യം നല്ലപോലെ കേട്ടോണ്ടല്ലേ? രക്തസമ്മർദ്ദ നിരക്ക് വ്യത്യാസപ്പെടുന്നത് ഏതെല്ലാം സമയത്താണെന്ന്? നമ്മൾ പുകവലിക്കുമ്പോഴോ, പൊണ്ണത്തടി ഉള്ളപ്പോഴും, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാകുന്നു എന്ന്. വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ. നമുക്ക് 2 തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോളും ഉണ്ട്, പന്ന കൊളസ്ട്രോളും ഉണ്ട് അല്ലേ? നമ്മൾ പറയത്തില്ലേ, ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. കൊളസ്ട്രോൾ 2 വിധമുണ്ട്. ഇനി വാട്ട് ആർ ദ ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഡ്യൂ ടു എക്സസ് ലെവൽ ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ? ചീത്ത കൊളസ്ട്രോളിൻ്റെ അമിത അളവ് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ട്? ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏവയാണ്? എക്സസ് ബാഡ് കൊളസ്ട്രോൾ ഗെറ്റ്സ് അക്യുമുലേറ്റ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ, ദസ് ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. ഇറ്റ് ആൾസോ ഹാം ദ ലിവർ. അധികമായുള്ള അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ നിങ്ങളെ, നല്ലതുകൊണ്ട് പന്നലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ അധികമുള്ള ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടും. എന്നിട്ട് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നതിന് എന്നിട്ട് ഹൃദയാഘാതം ഉണ്ടാകുന്നതിനും ഒക്കെ ഇത് കാരണമാകുന്നു. ഇത് കരളിനെയും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. ലിവറിനെയും ഹാംഫുൾ ആണ് കേട്ടോ, ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, എത്രണ്ണമായോ നിങ്ങളേത്? 31. 32ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഇൻക്രീസ്ഡ് ഗുഡ് കൊളസ്ട്രോൾ ലെവൽ? നല്ല കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? As good cholesterol increase, the chances of a heart attack decrease. ഈ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ഹൃദയാഘാതത്തിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ സാധ്യത കുറയും കേട്ടോ. What are the ways to increase the level of good cholesterol level? നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? Good cholesterol level increases in the body while doing exercise. Similarly, fish like sardine and mackerel food items like അത് നമ്മൾ പറഞ്ഞില്ലേ, അതായത് സർഡൈൻസ്, മാക്രൽ, ഫുഡ് ഐറ്റംസ് ലൈക്ക് ലീഫി വെജിറ്റബിൾസ്, പൾസസ്,
ഗ്രൗണ്ട് നട്ട്, വാൾനട്ട് എക്സെട്ര ഹെൽപ്പ് ഇൻ റേസിംഗ് ദ ലെവൽ ഓഫ് ഗുഡ് കൊളസ്ട്രോൾസ്. ശരിയായി വ്യായാമം ചെയ്യുക. മത്തി, അയില, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൾനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ മിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണെന്ന് കേട്ടോ. നമ്മൾ ഈ മത്തി, അയിലയൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നവർക്ക് നല്ല കൊളസ്ട്രോളൊക്കെ, മത്തി എല്ലാത്തിനും ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയാണെന്നാണ് പറയുന്നത് മത്തി. വാട്ട് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? നോക്കൂ നിങ്ങൾ ഇവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ലാക്ക് ഓഫ് എക്സർസൈസ്, ഇൻആഡിക്വേറ്റ് സ്ലീപ്പ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, സ്ട്രെസ് എക്സെട്ര. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, അതിൻ്റെ മലയാളം ഉണ്ടോ ഞങ്ങളെ? മലയാളം എന്ന് വെച്ചാൽ തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം എന്നിവയാണ് ഇതിന് പ്രധാന കാരണം. The health issues caused by smoking, alcoholism and substance use are more dreadful than the health problems caused by unhealthy lifestyle. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ ഭീകരമാണ് പുകവലി, മയക്കുമരുന്ന്, മദ്യം എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത്. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ ഭീകരമാണ് ഈ പുകവലി, മയക്കുമരുന്ന്, മദ്യം എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് അല്ലേ. അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. അത് നമുക്ക് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ മെൻ്റൽ പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. മെമ്മറി ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് ഡിക്രീസസ്, ഓർമ്മശക്തിയും വിവേചന ശക്തിയും ഒക്കെ കുറയുന്നു. കോസസ് ലങ്സ് ആൻഡ് ഹേർട്ട് റിലേറ്റഡ് ഡിസീസസ്, ഹൃദയ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി മെൻ്റൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻസ്, നമുക്ക് ഉത്കണ്ഠ, വിഷാദം മുതലായവ ഉണ്ടാകുന്നു. ഗെറ്റ്സ് ടെംപ്റ്റഡ് ടു എൻഗേജ് ഇൻ ഇൽനെസ് ആക്ടിവിറ്റീസ്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രവണത നമുക്ക് കൂടുന്നു. ബിക്കംസ് അഗ്രസീവ് ക്വിക്കിലി, പെട്ടെന്ന് ആക്രമാസക്തരാകുകയൊക്കെ ചെയ്യുന്നത് മെൻ്റൽ പ്രോബ്ലമാണ് അല്ലേ. അത് തന്നെ മെൻ്റൽ പ്രോബ്ലം അല്ലേ. ഫിസിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലേ. ഇനി അതിൻ്റെ ഒരെണ്ണോടുണ്ടോ നിങ്ങൾ? സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ. കീപ്സ് ഡിസ്റ്റൻസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് മെമ്പേഴ്സ്, കുടുംബത്തോടും സുഹൃത്തുക്കളോടും അകലം പാലിക്കുക. മേക്ക് അൺഡിസൈറബിൾ ഫ്രണ്ട്ഷിപ്പ്, തെറ്റായ സുഹൃത്ബന്ധം സൃഷ്ടിക്കുക. ഡിക്രീസ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് അല്ലേ, പഠനത്തിൽ താല്പര്യം കുറയുന്നു അല്ലേ. അതൊന്ന് നോക്കണം അല്ലേ. സോഷ്യൽ പ്രോബ്ലം അല്ലേ, പഠനത്തിൽ താല്പര്യം കുറയുന്നു എന്നുള്ളത് സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ, സാമൂഹിക പ്രശ്നങ്ങൾ. ഓക്കെ നിങ്ങളെ, എൻ്റെ ലെറ്റേഴ്സസ് ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് അതെ ഒന്നിൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ അത്രയും സമയം വേണ്ട. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡാൻസിങ്, പ്ലേയിങ് ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ഡാൻസിങ്, എൻഗേജിങ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അതായത് എക്സർസൈസ് ചെയ്യുന്ന കുറേ ഇടത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ എക്സർസൈസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെ അല്ലേ, ഡാൻസ് ചെയ്യുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, രണ്ടാമത്തത് ഈറ്റ് ലെസ്, പ്ലേ ഷട്ടിൽ, ബാഡ്മിൻ്റൺ ഇവയൊക്കെ കേട്ടോ. അതിൻ്റെ അകത്തിൽ ഓപ്ഷനാണ് കേട്ടോ ആൻസറായി എഴുതി വെച്ചേക്കുന്നത്. മൂന്നാമത്തെ ബെനിഫിറ്റ്സ് ഓഫ് എക്സർസൈസ്, അതിൻ്റെ ആൻസർ എന്താ? ബെനിഫിറ്റ്സ് ഓഫ് എക്സർസൈസിങ് എന്തൊക്കെയാ? പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്കാകുന്നു. അതിനകത്തിൽ ഇംപ്രൂവ് ബോത്ത് ബോഡി ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ശാരീരികവും മാനസികവുമായ ആരോഗ്യം. ബിൽഡ് കോൺഫിഡൻസ്, നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാകുന്നു. ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ ഈ മൂന്നിൻ്റെ ആൻസറാണ് കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത 4ൻ്റെ ആൻസർ കോസസ് ഒബിസിറ്റിയാണ്, പൊണ്ണത്തടി ഉണ്ടാകാം കേട്ടോ. അതായത് പുവർ മെൻ്റൽ ഹെൽത്ത്, ഓർമ്മക്കുറവുണ്ടാവാം, ആഹാരത്തിനോടൊക്കെ വെറുപ്പ് തോന്നാം, ക്ഷീണം അനുഭവപ്പെടാം. ഇതെല്ലാം എന്താണ്? ഒബിസിറ്റിക്ക് കോസസ് ആണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത 5ാമത്തെ ചോദ്യം നമ്മളോടാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. യെസ്. വെൻ എ പേഴ്സൺ ഫോളോസ് അൺഹെൽത്തി ഹാബിറ്റ്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ദ ബോഡി ബിക്കം വീക്ക് ആൻഡ് അൺഎബിൾ ടു ഫൈറ്റ് ഡിസീസ്. അതെ, ശരിയാണ്. ഒരാൾ വളരെ നീണ്ട നാളുകൾ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയമായാൽ ശരീരം ക്രമേണ ക്ഷീണിക്കുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ലെറ്റസസിൻ്റെ 5 ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ.
ഓക്കെ ആണല്ലോ. ഇത് വൃത്തിയായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചില്ല, കാരണം അത്രയും സമയം ലാഭിക്കാൻ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ആൻസർ 5 എണ്ണം വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഈ ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ടുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് മാത്രമല്ല നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററിൻ്റെ ഈ നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. വൃത്തിയായിട്ട് ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.